ലക്ഷത്തിലധികം 32 ലക്ഷത്തോളം ആളുകൾക്കാണ് 1000 രൂപ വീതം കൊടുക്കാൻ കഴിയും. ഇപ്പോ ഒരു കുടുംബത്തിൽ 1-2 സാമൂഹിക സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വാർദ്ധക്യകാല പെൻഷൻ ലഭിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ മകൾക്ക് കൂടി പെൻഷൻ ലഭിക്കുന്ന സ്ഥിതി. ഒരു ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥിക്ക് തൊഴിൽ ലഭിക്കുന്നതിന് മുമ്പായി തൊഴിൽ കണ്ടെത്തുന്നതിനാവശ്യമായ പരിശീലനം നേടുന്നതിനും അത് തൊഴിലിന് വേണ്ടി അന്വേഷിക്കുന്നതിനും ഇടയിൽ 1000 രൂപ വീതം അഭ്യസ്തവിദ്യരായ യുവാക്കൾക്ക്, അതായത് ഡിഗ്രി കഴിഞ്ഞ യുവാക്കൾക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഈ 3 വിഭാഗത്തിലുമുള്ള ഒരു കുടുംബത്തിന് ഏകദേശം 6000 രൂപ ഒരു മാസം. മാന്യമായി ജീവിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞു. മാത്രവുമല്ല, ഗവൺമെന്റ് പറയുന്നത് ഇനിയും പെൻഷൻ വർദ്ധിപ്പിക്കണമെന്ന് തന്നെയാണ്. ആശാ വർക്കർമാരുടെ സമരം നമ്മൾ കണ്ടതാണ്. അവർക്ക് ഈ നവംബറിലും ഇത്തവണത്തെ ബജറ്റിലും കൂടി 2000 രൂപ വർദ്ധിപ്പിച്ചു. നവംബറിൽ 1000 രൂപ വർദ്ധിപ്പിച്ചു, ഇപ്പൊ 1000 രൂപ വീണ്ടും വർദ്ധിപ്പിച്ചു, 2000 രൂപ വർദ്ധിപ്പിച്ചു. ഏറ്റവും കൂടുതൽ ആശാ വർക്കർമാർക്ക് പ്രതിമാസം വേതനം ലഭിക്കുന്നത് കേരളത്തിൽ മാത്രമാണ്. ഏകദേശം 9000 രൂപ ഇപ്പൊ അവർ കയ്യിൽ കിട്ടും. ഇന്റൻസീവ് ഉൾപ്പെടെ 14000 രൂപ ഒരു മാസം അവർക്ക് ലഭിക്കുന്നു. ആശാമാരുടെ യാതൊരു പരാതിയും കേൾക്കാനില്ല. നിരവധി ക്ഷേമ പ്രവർത്തനം ഗവൺമെന്റ് ആവശ്യം. നമ്മുടെ സംസ്ഥാനത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ടുള്ള പരാതി പെൻഷൻ ഗവൺമെന്റിന് പെൻഷൻ കൊടുക്കുന്ന അത്ര മോശ കാര്യങ്ങളാണ്. ക്ഷേമ പെൻഷൻ കൊടുക്കുക മാത്രമാണ് ഗവൺമെന്റ് ചെയ്യുന്നത്. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തി. 10 വർഷം മുമ്പുള്ള കേരളമാണ് ഇപ്പോൾ. ഏത് മേഖലയെടുത്ത് പരിശോധിച്ചാലും വികസനത്തിന്റെ വെളിച്ചം കാണാത്തൊരു മേഖല നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നു. അധികാരത്തിൽ വരുമ്പോ UDFിന്റെ ഗവൺമെന്റ് ഉപേക്ഷിച്ചു പോയ പല പദ്ധതികളും ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ നമ്മുടെ ഗവൺമെന്റ് സാധിക്കും. ഗെയിൽ പദ്ധതി ഒരിക്കലും നടക്കില്ല എന്ന് കരുതി ഉമ്മൻചാണ്ടി ഉപേക്ഷിച്ചു പോയതാണ്. ഗെയിൽ പദ്ധതിയിലൂടെ ഗ്യാസിന്റെ വില 35% കുറച്ചു കൊണ്ടുവരുവാൻ, ഉപഭോക്താക്കൾക്ക് ലാഭം ഉണ്ടാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യം